ടെക്സ്റ്റ് ബുക്കിലെ 112ാമത്തെ പേജിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ അതേ കോണുകളും വശങ്ങളുടെ നീളം 1.25 മടങ്ങുമായ ത്രികോണം വരയ്ക്കുക. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ. ആ ട്രയാങ്കിളിന്റെ അതേ കോണുകളായിരിക്കണം. പുതിയ ട്രയാങ്കിളിന്റെ സൈഡുകൾ എങ്ങനെയായിരിക്കണം? ആദ്യത്തെ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ 1 and 1/4 ടൈംസ് ആയിരിക്കണം രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ സൈഡുകൾ. അങ്ങനെയാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോണുകൾ മാറ്റം ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. കോണുകളെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്നാ, സൈഡുകളുടെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ സ്കെയിലിലാണെങ്കിൽ കോണുകൾ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ സൈഡുകളുടെ മാറ്റം എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? 1 and 1/4 ടൈംസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് എല്ലാ സൈഡുകളും ഒരേ തോതിൽ അല്ലെങ്കിൽ ഒരേ സ്കെയിലിലാണ് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സൈഡുകൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി, കോണുകളെ കുറിച്ച് കൺസിഡർ ചെയ്യുകയേ വേണ്ട. കാരണം എന്നാ, പുതിയ ട്രയാങ്കിളിന്റെ കോണുകൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി ഓരോ സൈഡിന്റെയും 1 and 1/4 ടൈംസ് കണ്ടുപിടിക്കാനായിട്ട് പോവുക. ഒന്നാമത്തെ സൈഡ് 8 സെന്റിമീറ്റർ അല്ലെ. 8 സെന്റിമീറ്ററിന്റെ 1 and 1/4 ടൈംസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 8 into 1 and 1/4 ചെയ്താൽ മതി അല്ലെ. ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാ അല്ലെ. അതിനൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നമാക്കി ഒന്ന് മാറ്റിക്കേ. അതെങ്ങനെയാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 into എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത്? 4 into 1 ചെയ്യുക, ദെൻ ഈ 1 ആഡ് ചെയ്യുക അല്ലെ. 4 into 1 4 പ്ലസ് 1 5 അല്ലെ. 5/4 എന്ന് കിട്ടും. 8ന്റെ ഡിനോമിനേറ്റർ എത്രയാ? ഏതൊരു സംഖ്യയുടെയും ഡിനോമിനേറ്റർ 1 ആണ് അല്ലെ. 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 8 into 5 40 കിട്ടും അല്ലെ. 40 ഡിവൈഡഡ് ബൈ 1 into 4 4 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 4 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഒരു സൈഡ് എത്രയാണ്? 10 സെന്റിമീറ്റർ. അടുത്ത ഈ സൈഡ് നോക്കിയാലോ. അതായത് 6 into 1 and 1/4 ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 1 and 1/4 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് എങ്ങനെയാ? 4 into 1 4 പ്ലസ് 1 5 അല്ലെ. 5 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 6ന്റെ ഡിനോമിനേറ്റർ എത്രയാ? 1 എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ 6 into 5 30. 30 ഡിവൈഡഡ് ബൈ 1 into 4 4 കിട്ടും അല്ലെ. 30 ഡിവൈഡ് ബൈ 4 എത്രയാ? 30 ഡിവൈഡഡ് ബൈ 4. 30ൽ എത്ര പ്രാവശ്യം 4 ഉണ്ട്? 7 ടൈംസ് അല്ലെ. 7 into 4 28 കിട്ടും. റിമൈൻഡർ 2 കിട്ടും. ദെൻ ഇവിടെ ഒരു 0 കൊടുക്കുക, അപ്പോൾ ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക അല്ലെ. 20ൽ എത്ര പ്രാവശ്യം 4 ഉണ്ട്? 5 ടൈംസ്. 5 into 4 20, ദെൻ റിമൈൻഡർ 0 കിട്ടും. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 7.5 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. അടുത്തത് ഈ സൈഡ്, മൂന്നാമത്തെ സൈഡ്, അതായത് 4 into 1 and 1/4. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിക്കേ. 4 into 1 4 പ്ലസ് 1 5 അല്ലെ. 5 ഡിവൈഡഡ് ബൈ 4. ദെൻ ഇവിടുത്തെ 4ഉം 4ഉം ക്യാൻസൽ ആകത്തില്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 5 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും അല്ലെ. അപ്പോൾ നമ്മുടെ പുതിയ ട്രയാങ്കിളിന്റെ ഓരോ സൈഡും നമുക്ക് കിട്ടി. എത്രയൊക്കെയാണ്? 10 സെന്റിമീറ്റർ, 7.5 സെന്റിമീറ്റർ, അതുപോലെ തന്നെ 5 സെന്റിമീറ്റർ അല്ലെ. അപ്പോൾ ഈ അളവിലുള്ള വശങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രയാങ്കിളിന്റെ ആംഗിൾസിന് ചേഞ്ച് വരുന്നുണ്ടോ? ആംഗിൾസിന് ചേഞ്ച് വരത്തില്ല അല്ലെ. കാരണം എന്നാ, സൈഡുകളെല്ലാം മാറിയിരിക്കുന്നത് ഏത് തോതിലാണ്? 1 and 1/4 ടൈംസ് ആണ് സൈഡുകളെല്ലാം മാറിയിരിക്കുന്നത്. സെയിം തോതിലാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ആംഗിൾസിന് മാറ്റം വരത്തില്ല. അപ്പോൾ ഇനി ഏത് ട്രയാങ്കിൾ വരച്ചാൽ മതി? 10 സെന്റിമീറ്റർ, 7.5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ഈ സൈഡുകളുള്ള ട്രയാങ്കിൾ വരച്ചാൽ മതി അല്ലെ. നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. ഏതൊക്കെയായിരുന്നു നമ്മുടെ സൈഡുകൾ? 10 സെന്റിമീറ്റർ, 7.5 സെന്റിമീറ്റർ, ദെൻ 5 സെന്റിമീറ്റർ അല്ലെ. ആദ്യം എന്ത് ചെയ്യണം? 10 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. സെന്റിമീറ്റർ, അതിന് AB എന്ന് പേര് കൊടുക്കുക അല്ലെ. AB. അടുത്ത ഒരു സൈഡിൽ 7.5ഉം ഒരു സൈഡിൽ 5 സെന്റിമീറ്ററും വരയ്ക്കുക അല്ലെ. അപ്പോൾ ഞാൻ Aയിൽ നിന്ന് 5 സെന്റിമീറ്റർ വരയ്ക്കാനായിട്ട് പോവാം. അപ്പൊ കോമ്പസിൽ 5 സെന്റിമീറ്റർ അളന്നെടുക്കണം. അത് എവിടെ നിന്ന് വരയ്ക്കണം? Aയിൽ നിന്ന് വരയ്ക്കണം അല്ലെ. Aയിൽ നിന്ന് 5 സെന്റിമീറ്റർ വരയ്ക്കുക. അടുത്തത് Bയിൽ നിന്ന് ഏത് അളവ് വരയ്ക്കണം? 7.5 വരയ്ക്കണം അല്ലെ. അപ്പോൾ വീണ്ടും 7.5 അളന്നെടുക്കുക. അത് എവിടെ നിന്ന് വരയ്ക്കണം? Bയിൽ നിന്ന് വരയ്ക്കുക.
ആ കട്ടിംഗ് പോയിന്റിന് നമുക്കൊരു പേര് കൊടുക്കാം സി. ഇനി ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വരച്ചേ. അപ്പൊ എയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എ ബി സി. എ ബി സിയുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ എല്ലാം 1 and 1/4 ടൈംസ് ആണ് സൈഡുകളുടെ ലെങ്ത്. അതുപോലെ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും അല്ലെ? ആംഗിൾസ് എല്ലാം സെയിം ആണ്. ഇത് 5 സെന്റിമീറ്റർ, ഇത് 7.5 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. സൈഡുകളെല്ലാം മാറുന്നത് ഏത് തോതിലാണ് അല്ലെങ്കിൽ ഏത് സ്കെയിലാണ്? 1 and 1/4 ടൈംസിലാണ്. അതുപോലെ തന്നെ ആംഗിൾസ് എല്ലാം സെയിം ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ചതുർഭുജത്തിന്റെ ചിത്രം ചുവടെയുണ്ട്, അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്നാ? ഇതേ കോണുകളും വശങ്ങളുടെ നീളം 1.5 മടങ്ങുമായ ചതുർഭുജം വരയ്ക്കുക. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കോണുകളുടെ അളവ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, പക്ഷെ സൈഡുകൾ എങ്ങനെയായിരിക്കണം? 1.5 ടൈംസ് ആയിരിക്കണം അല്ലെ? ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്താൽ പോരെ? സൈഡുകളുടെ മാറ്റം സെയിം തോതിലാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 1.5 ടൈംസ് ആയിരിക്കണം സൈഡുകളുടെ മാറ്റം അല്ലെ? അങ്ങനെയാണെങ്കിൽ കോണുകൾ ചേഞ്ച് ചെയ്യുമോ? കോണുകൾ ചേഞ്ച് ആകത്തില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? സൈഡുകളെല്ലാം കണ്ടുപിടിക്കണം അല്ലെ? ആദ്യം 6 സെന്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചേ. എങ്ങനെ കണ്ടുപിടിക്കാം? 6 into 1.5 ചെയ്താൽ പോരെ? 6 into 1.5. 1.5നെ ഒന്ന് ഇംപ്രോപ്പർ ഫാഷൻ ആക്കിക്കേ. 2 into 1 plus 1 അല്ലെ? 3/2. അതായത് 6 into 3/2. 6ന്റെ ഡിനോമിനേറ്റർ എത്രയാണ്? 1 ആണ് അല്ലെ? That is equal to 6 into 3 18 അല്ലെ? 18 divided by 2 that is equal to 9 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. 9 സെന്റിമീറ്റർ. അടുത്ത 3 സെന്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടോ 3 into 1.5 ചെയ്താൽ പോരെ? That is equal to 1.5നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിക്കേ. അപ്പോൾ 3 into 2 into 1 2 plus 1 അല്ലെ? അതായത് 3/2 എന്ന് കിട്ടും. 3/2. That is equal to 3 into 3 9 അല്ലെ? 9 divided by 2 എന്ന് കിട്ടും. That is equal to 4.5 എന്ന് കിട്ടും അല്ലെ? 4.5 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് മൂന്നാമത്തത് 2 സെന്റിമീറ്റർ. അതെങ്ങനെ ചെയ്യാം? 2 into 1.5 ചെയ്താൽ മതി. That is equal to ഇതിനെ വീണ്ടും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നമാക്കി മാറ്റിക്കേ. അതായത് 2 into 3/2 എന്ന് കിട്ടും അല്ലെ? That is equal to 2 into 3 6/2 എന്ന് കിട്ടും. That is equal to 3 സെന്റിമീറ്റർ എന്ന് കിട്ടും അല്ലെ? 3 സെന്റിമീറ്റർ. അടുത്ത നാലാമത്തെ സൈഡ് 4 സെന്റിമീറ്റർ ആണ് അല്ലെ? അതായത് 4 into 1.5. That is equal to 4 into 3/2 അല്ലെ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 3/2. That is equal to 4 into 3 12 അല്ലെ? 12 divided by 2 എന്ന് കിട്ടും. That is equal to 6 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ഇവിടെ ഒരു വികരണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡയഗണൽ ഉണ്ടല്ലോ. ഡയഗണലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കണം. അതായത് 5 into 1.5 എന്ന് കിട്ടും അല്ലെ? That is equal to 5 into 3/2 എന്ന് കിട്ടും. That is equal to 5 into 3 15 അല്ലെ? 15/2 എന്ന് കിട്ടും. That is equal to എത്ര കിട്ടും? 7.5 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുമ്പോൾ ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ട്രയാങ്കിളിന്റെ റേഷ്യോ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ? ട്രയാങ്കിളിന്റെ സൈഡുകൾ മാറുന്നത് സെയിം തോതിലാണെങ്കിൽ അതിന്റെ കോണുകളും ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ? അപ്പോൾ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുമ്പോൾ ക്വാഡ്രിലാറ്ററലിനെ 2 ട്രയാങ്കിൾസ് ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വികരണം അല്ലെങ്കിൽ ഡയഗണലും കൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സൈഡിന്റെയും മാറ്റങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഏത് തോതിലാണ് മാറുന്നത്? 1.5 ടൈംസ് ആണ് മാറ്റം അല്ലെ? അപ്പൊ സൈഡുകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? ഈ സൈഡുകളെല്ലാം കറസ്പോണ്ടിങ് പ്ലേസിൽ വരയ്ക്കുക. അപ്പോൾ കോണുകൾക്ക് ചേഞ്ച് ഉണ്ടാവുമോ? കോണുകൾക്ക് ചേഞ്ച് ഉണ്ടാകത്തില്ല അല്ലെ? നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ. നമുക്ക് വരയ്ക്കേണ്ട ക്വാഡ്രിലാറ്ററിന്റെ റഫ് ഫിഗർ മുകളിലൊന്ന് വരച്ചതാ അല്ലെ? ആദ്യത്തെ സൈഡ് 9 സെന്റിമീറ്റർ ആകണം. ദെൻ അവിടെ നിന്ന് അടുത്ത സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? 4.5 സെന്റിമീറ്റർ. അതിനുശേഷം ഡയഗണൽ എത്രയായിരിക്കണം? ഡയഗണല് 7.5 സെന്റിമീറ്റർ അല്ലെ? 5 സെന്റിമീറ്റർ. അതിനുശേഷം മൂന്നാമത്തെ സൈഡോ? മൂന്നാമത്തെ സൈഡ് 3 സെന്റിമീറ്റർ. ദെൻ നാലാമത്തെ സൈഡോ? നാലാമത്തെ സൈഡ് 6 സെന്റിമീറ്റർ. ഈ ഫിഗർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. വരച്ചു നോക്കിയാലോ. ആദ്യം എന്ത് ചെയ്യണം? 9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരയ്ക്കണം അല്ലെ? 9 സെന്റിമീറ്റർ ലെങ്ത്. അതിന് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം അല്ലെ? എ ബി 9 സെന്റിമീറ്റർ.
അടുത്തത് വരയ്ക്കേണ്ടത് ഈ വികരണം അല്ലെങ്കിൽ ഡയഗണലും ദെൻ രണ്ടാമത്തെ സൈഡുമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 4.5 ബിയിൽ നിന്ന് വരയ്ക്കുക. അപ്പോൾ കോമ്പസിൽ 4.5 അളന്നെടുക്കുക. അതിനുശേഷം ബിയിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. അടുത്തത് ഈ വികരണം അല്ലെങ്കിൽ ഡയഗണലാ വരയ്ക്കേണ്ടത്. ഡയഗണൽ എവിടുന്ന വരയ്ക്കേണ്ടത്? എയിൽ നിന്ന് അല്ലേ? 7.5 സെന്റിമീറ്റർ. അപ്പോൾ ഇനി 7.5 സെന്റിമീറ്റർ അളന്നെടുക്കുക. അത് എയിൽ നിന്ന് വരയ്ക്കുക. ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിന് സി എന്ന പേര് കൊടുക്കുക. സി അതൊന്ന് കണക്ട് ചെയ്ത് വരച്ചേ. അടുത്തത് ഇനി വരയ്ക്കേണ്ടത് 3 സെന്റിമീറ്ററാണ്. 3 സെന്റിമീറ്റർ എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്? സിയിൽ നിന്ന് അല്ലേ? അപ്പോൾ 3 സെന്റിമീറ്റർ അളന്നെടുക്കുക. അത് സിയിൽ നിന്ന് ആർക്ക് വരയ്ക്കുക. അടുത്തത് ഇനി വരയ്ക്കേണ്ടത് 6 സെന്റിമീറ്ററാണ്. 6 സെന്റിമീറ്റർ എവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്? എയിൽ നിന്നാണ് അല്ലേ? അപ്പൊ എയിൽ നിന്ന് 6 സെന്റിമീറ്റർ വരയ്ക്കുക. എയിൽ നിന്ന് 6 സെന്റിമീറ്റർ. ഇപ്പൊ നമുക്കൊരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടിയല്ലോ. അതിന് നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. ഡി. ഇനി അതൊന്ന് കണക്ട് ചെയ്ത് വരച്ചേ. ഇപ്പൊ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ? ക്വാഡ്രിലാറ്ററിന്റെ പേരെന്താണ്? ABCD അല്ലെ? ABCD. അതിന്റെ ഓരോ സൈഡും എത്ര സെന്റിമീറ്റർ ഒക്കെ വെച്ചാണ്? ഇത് 4.5 സെന്റിമീറ്റർ. നമ്മുടെ ഡയഗണല് 7.5 സെന്റിമീറ്റർ. ദെൻ ഇത് 3 സെന്റിമീറ്റർ. ദെൻ ഇത് 6 സെന്റിമീറ്റർ. അതായത് ആദ്യത്തെ ക്വാഡ്രിലാറ്ററലിന്റെ എത്ര ടൈംസ് ആണ്? 1.5 ടൈംസ് ആണ് രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ. കോണുകൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? കോണുകൾക്ക് ചേഞ്ച് ഒന്നുമില്ല അല്ലെ? ഇതാണ് നമ്മളോട് വരയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഇനി ഒരു കാര്യം വരെ പറഞ്ഞിട്ടുണ്ടല്ലോ. കോണുകൾ വ്യത്യസ്തവും വശങ്ങളുടെ എല്ലാം നീളം ഇതിലെ വശങ്ങളുടെ 1.5 മടങ്ങുമായ ഒരു ചതുർഭുജം വരയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? കോണുകൾ ഡിഫറെന്റ് ആയിരിക്കണം. സൈഡുകൾ എങ്ങനെയായിരിക്കണം? ആ സൈഡുകൾ നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ സൈഡുകൾ തന്നെ ആയിരിക്കണം അല്ലെ? അതെങ്ങനെ നമുക്ക് വരയ്ക്കണം? അതിന് ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ഡയഗണൽ യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോൾ സൈഡുകൾ ഏതൊക്കെ എടുക്കണം? 1.5 ടൈംസ് അല്ലേ? അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. 9 സെന്റിമീറ്റർ, 4.5 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ. ഈ സൈഡുകൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഡയഗണൽ നമുക്ക് ആവശ്യമില്ല. ഡയഗണൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കോണുകളും ഈക്വൽ ആയി പോകും അല്ലെ? അപ്പൊ കോണുകൾ ഈക്വൽ ആയിരിക്കരുത്. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? സൈഡുകൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഡയഗണൽ നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഈ സൈഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്ത് നോക്കിയാലോ? നമുക്ക് വരയ്ക്കേണ്ട ക്വാഡ്രിലാറ്ററിന്റെ റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ഒരു സൈഡ് എത്രയായിരിക്കണം? 9 സെന്റിമീറ്റർ അല്ലെ? 9 സെന്റിമീറ്റർ. രണ്ടാമത്തെ സൈഡോ 4.5 സെന്റിമീറ്റർ. 4.5 സെന്റിമീറ്റർ. മൂന്നാമത്തെ സൈഡോ 3 സെന്റിമീറ്റർ അല്ലെ? 3 സെന്റിമീറ്റർ. നാലാമത്തെ സൈഡോ 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ. നമ്മൾ ഡയഗണലിന്റെ ആവശ്യമില്ല. ഡയഗണലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കോണുകൾ ഈക്വൽ ആയി പോകും അല്ലെ? ആദ്യത്തെ ക്വാഡ്രിലാറ്ററിന്റെ അതേ കോണുകളായി പോകും രണ്ടാമത് നമ്മൾ വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററിലും. അങ്ങനെ വരരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കോണുകളാണ് വേണ്ടത് അല്ലെ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡയഗണൽ വരയ്ക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗർ ഒന്ന് വരച്ചു നോക്കിയാലോ? ആദ്യം 9 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഒൻപത് സെന്റിമീറ്റർ. അതിന് നമുക്ക് AB എന്ന് പേര് കൊടുക്കാം. AB. അതിനുശേഷം ബിയിൽ നിന്ന് 4.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുക. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺ യൂസ് ചെയ്യാം. 4.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ. നാലര സെന്റിമീറ്റർ.
അതിന് സി എന്ന പേര് കൊടുക്കുക. ഇനി സിയിൽ നിന്ന് 3 സെന്റിമീറ്ററും എയിൽ നിന്ന് 6 സെന്റിമീറ്റർ നീളമുള്ള ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഇനി 3 സെന്റിമീറ്റർ അളന്നെടുക്കണം. കോമ്പസിൽ 3 സെന്റിമീറ്റർ അളന്നെടുക്കുക. സിയിൽ നിന്ന് 3 സെന്റിമീറ്റർ. അതിനുശേഷം എയിൽ നിന്ന് 6 സെന്റിമീറ്റർ. അപ്പൊ ഇനി 6 സെന്റിമീറ്റർ അളന്നെടുക്കണം. എയിൽ നിന്ന് 6 സെന്റിമീറ്റർ. ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിന് ഡി എന്ന പേര് കൊടുക്കുക. ഡി. ഇനി അതൊന്ന് കണക്ട് ചെയ്ത് വരച്ചേ. എയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് സിയിലേക്ക്. ഇപ്പൊ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയല്ലോ. എ ബി സി ഡി അല്ലേ? എ ബി സി ഡി. അതിന്റെ ഓരോ അളവുകൾ എങ്ങനെയൊക്കെയാണ്? 9 സെന്റിമീറ്റർ, 4.5 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, ഇതോ 6 സെന്റിമീറ്റർ അല്ലേ? 6 സെന്റിമീറ്റർ. അതായത് ആദ്യത്തെ ക്വാഡ്രിലാറ്ററിന്റെ എത്ര മടങ്ങാണ്? 1.5 ടൈംസ് ആണല്ലോ. 1.5 ടൈംസ് ആണ് രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററിന്റെ ഓരോ സൈഡുകളും. ആംഗിളോ ആദ്യത്തെ ആംഗിൾ തന്നെയാണോ? അല്ല അല്ലേ, മാറ്റമുണ്ട്. അപ്പൊ ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് 6 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഈ ത്രികോണത്തിന്റെ ഓരോ വശത്തിന്റെയും 4 മടങ്ങ് വശമായിട്ടുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഓരോ വശവും പകുതിയാണെങ്കിലോ? അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 6 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ടാമതൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഓരോ സൈഡും 4 ടൈംസ് ആണ് അല്ലെ? ഓരോ സൈഡിന്റെ ലെങ്ത് 4 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ സൈഡുകൾ മാറുന്ന തോത് ഏതാ? അല്ലെങ്കിൽ സ്കെയിൽ ഏതാണ്? 4 ടൈംസ് ആണ് അല്ലെ? 4 ടൈംസ് ആണ് സൈഡുകൾ മാറുന്ന തോത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഏത് തോതിലായിരിക്കും മാറുന്നത്? നമുക്കറിയാം ഏരിയയുടെ മാറ്റം എങ്ങനെയാണ്? സൈഡുകളുടെ മാറ്റത്തിന്റെ സ്ക്വയർ ടൈംസ് ആയിരിക്കും ഏരിയ മാറുന്നത് അല്ലെ? അപ്പൊ സൈഡുകൾ 4 ടൈംസ് ആണ് മാറുന്നത് എങ്കിൽ ഏരിയ എങ്ങനെയായിരിക്കും മാറുന്നത്? 4 സ്ക്വയർ ടൈംസ് ആയിരിക്കും ഏരിയ മാറുന്നത് അല്ലെ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആദ്യത്തതിന്റെ ഏരിയയുടെ 4 സ്ക്വയർ ടൈംസ് ആയിരിക്കും രണ്ടാമത്തതിന്റെ ഏരിയ. ശരിയാണല്ലോ? അപ്പോൾ ആദ്യത്തതിന്റെ ഏരിയ എത്രയാണ്? 6 അല്ലെ? 6 into 4 സ്ക്വയർ ടൈംസ് ആയിരിക്കും രണ്ടാമത്തതിന്റെ ഏരിയ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 4 സ്ക്വയർ എത്രയാണ്? 16 അല്ലെ? അപ്പൊ 6 into 16. 16 into 6 എത്രയാണ്? 6 into 6 36 അല്ലെ? റിമൈൻഡർ 3. 1 into 6 6 plus 3 9 അല്ലെ? അപ്പൊ 96 എന്ന് പറഞ്ഞു കിട്ടും. അതായത് 96 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഇവിടെ അറിയേണ്ട കാര്യം എന്താണ്? സൈഡുകളുടെ മാറ്റം 4 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൈഡുകളുടെ മാറ്റത്തിന്റെ സ്ക്വയർ ടൈംസ് ആണ് ആരുടെ മാറ്റം? ഏരിയയുടെ മാറ്റം അല്ലെ? അപ്പൊ ഏരിയ 6 സെന്റിമീറ്റർ ആയിരുന്നു. അതെങ്ങനെ മാറും? 4 സ്ക്വയർ ടൈംസ് മാറും. അതായത് 6 into 4 സ്ക്വയർ. ഇനി ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ടല്ലോ, ഓരോ വശവും പകുതി ആയാലോ സൈഡുകൾ ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ എന്ത് സംഭവിക്കും? സൈഡുകളുടെ മാറ്റം എത്ര ടൈംസ് ആണ്? 1/2 ടൈംസ് അല്ലെ? ഹാഫ് എന്ന് പറഞ്ഞാൽ 1/2 അല്ലെ? അപ്പൊ സൈഡുകളുടെ മാറ്റം 1/2 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ മാറ്റം എത്രയായിരിക്കും? 1/2ന്റെ സ്ക്വയർ ടൈംസ് അല്ലെ? 1/2 സ്ക്വയർ ടൈംസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/4 ടൈംസ് ആയിരിക്കും. അപ്പോൾ ഏരിയയുടെ മാറ്റം എന്തായിരിക്കും? 1/4 ടൈംസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചാലോ? ഏരിയ ഓഫ് തേർഡ് ട്രയാങ്കിൾ അല്ലെ? ആദ്യത്തതിന്റെ ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ? അപ്പൊ 6 into 6ന്റെ എത്ര ടൈംസ് ആയിരിക്കും? 1/2 സ്ക്വയർ ടൈംസ് അല്ലെ? 1/2 സ്ക്വയർ ടൈംസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 1/2 സ്ക്വയർ എത്രയാണ്? 1ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, 2ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലെ? അതായത് 1/4. 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 1 6 divided by 6ന്റെ ഡിനോമിനേറ്റർ എത്രയാ? 1 ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പോൾ 1 into 4 4 അല്ലെ? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3 divided by 2 എന്ന് കിട്ടും അല്ലെ? 3 divided by 2 എത്രയാണ്? 1.5. അതായത്
മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 1.5 സെന്റിമീറ്റർ സ്ക്വയർ. 1.5 സെന്റിമീറ്റർ സ്ക്വയർ. സൈഡുകളുടെ മാറ്റം 1/2 ടൈംസ് ആയതുകൊണ്ട് ഏരിയകളുടെ മാറ്റം എങ്ങനെയായിരിക്കും? 1/2ന്റെ സ്ക്വയർ ടൈംസ് ആയിരിക്കും. അതായത് ആദ്യത്തതിന്റെ ഏരിയ 6 ആണ്. 6 ഇൻറ്റു 1/2ന്റെ സ്ക്വയർ ചെയ്താൽ മതി. നമുക്ക് മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ഇത്രയാണ് ചെയ്യാനുള്ളത്.